നമസ്കാരം സാർ. കഴിഞ്ഞ ദിവസമാണ് ഡിസ്കവറി ചാനൽ ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തികഞ്ഞ പരാജയമാണെന്ന് പോലും ചില പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പറയുകയുണ്ടായി. അവർ ആർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് പോലൊന്നും അറിയാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ ഇന്ത്യൻ മാധ്യമമല്ല, ഗോദി മീഡിയ എന്നവർ ആക്ഷേപിക്കുന്ന മാധ്യമമല്ല, ഡിസ്കവറി ചാനലാണ് ഒരു ഡോക്യുമെൻ്ററി പുറത്ത് വിട്ടിരിക്കുന്നത്. ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് 2 ഭാഗങ്ങളായി വരുന്ന ഈ ഡോക്യുമെൻ്ററിയിലുള്ളത്. അതിൽ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ കാശിഫ് അബ്ദുള്ള പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വളരെയധികം ദയനീയമായി ഞങ്ങളെ ആക്രമിച്ചു, ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അടക്കം ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് പറയുന്നു സാർ? അല്ല, ഇതിനകത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2 കാര്യമുണ്ട്. ആദ്യം ഹരി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിനോട് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ച സമീപനം. പ്രതിപക്ഷ കക്ഷികളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമീപനം എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രതിപക്ഷ നേതാക്കന്മാരാരും കാര്യമായി രാജ്യത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ അദ്ദേഹത്തിന് അറിയേണ്ടത് എത്ര റഫേൽ വിമാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അതായിരുന്നു അയാളുടെ ആദ്യത്തെ അന്വേഷണം. ഉറിയിൽ നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ പറഞ്ഞു അവിടെ പൈൻ മരങ്ങൾക്ക് കുഴപ്പം പറ്റി. അതിന് ഡീക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഇനിയും വരുന്നുണ്ട്. ഉറിയിൽ എന്താ നടന്നത്, എത്ര പേര് കൊല്ലപ്പെട്ടു, ആ ഭീകര ക്യാമ്പിൽ എത്ര പേരുണ്ടായിരുന്നു, ഇതെല്ലാം നമുക്ക് പുറത്തു വരും. അപ്പം ഞാൻ പറഞ്ഞത്, ഈ രാജ്യദ്രോഹിയായ ഈ മനുഷ്യനെ കോൺഗ്രസ്സുകാർ ചുമന്നൊന്നും നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യത്തിന് സഹതാപമല്ല, വെറുപ്പും അവജ്ഞയുമാണ് ഈ കോൺഗ്രസ്സുകാരുടെ. രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന ഒരു സമീപനം നോക്കണം. കോൺഗ്രസ്സുകാർ പൊതുവെ എല്ലാവരും അങ്ങനെ സമീപനം സ്വീകരിക്കുന്നത് എനിക്ക് അർത്ഥമില്ല. അവർ പലരും നിശബ്ദരാണ്. നിസ്സഹായരായതുകൊണ്ട് നിസ്സഹായാവസ്ഥയിലുള്ള നിശബ്ദതയാണ്. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള രാജ്യസ്നേഹമുള്ള ആളുകൾ. നമ്മുടെ എം പിമാരിൽ നല്ലൊരു ശതമാനം ആളുകളും രാജ്യസ്നേഹികളാണ്. 543 542 രാജ്യസ്നേഹികളാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വന്ദേമാതരം അവരുടെ AICC ഓഫീസിൽ തന്നെ കേട്ടത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ ഉറിയിൽ നമ്മൾ ആക്രമണം നടത്തിയപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു, അവിടെ പൈൻ മരങ്ങളെ പോയിട്ടുള്ളൂ. എത്ര കഷ്ടപ്പെട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് അറ്റാക്ക് നടത്തിയെന്ന് ആലോചിച്ചാണ്. അപ്പോൾ ഇയാൾ അവിടെ പൈൻ മരങ്ങളുടെ പുറകെ പോകുമായിരുന്നു. നമ്മൾ നേരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ പറഞ്ഞത് എത്ര റഫേൽ വിമാനം നമുക്ക് നഷ്ടപ്പെട്ടു. റഫേൽ വിമാനം നഷ്ടപ്പെട്ടത് പാകിസ്ഥാൻ അങ്ങനെ തോന്നി. കാരണം എന്താ വെച്ചാൽ റഫേലിൻ്റെ ചില ഡമ്മി സാധനങ്ങൾ എയർഫോഴ്സ്, അത് ഇന്നും നമുക്കൊരു സൈനിക രഹസ്യമാണ്, ബാക്കിയൊന്നും നമ്മൾ അറിയുന്നില്ല. റഫേൽ എന്ന് തോന്നിക്കുന്ന വിമാനങ്ങൾ ചിലത് വെടിവെച്ചിട്ടപ്പോൾ എവിടെ നിന്നാണ് വെടി വരുന്നത് നോക്കിയിട്ട് തിരിച്ച് അറ്റാക്കുകയാണ് ചെയ്തത് എന്നാണ് ചില സൈനിക വിദഗ്ധന്മാർ പറയുന്നത്. എന്തായാലും ശരി, രാഹുൽ ഗാന്ധി അറിയേണ്ടത് എത്ര റഫേൽ വിമാനം പോയി എന്നുള്ളതാണ്. ബോഫോഴ്സിന് കാശ് വാങ്ങിച്ച ആളിൻ്റെ മകന് റഫേൽ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ തിരക്കുന്നതിനകത്ത് എനിക്ക് അത്ഭുതമൊന്നുമില്ല. പിന്നെ ഈ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വന്ന മഹാത്മാഗാന്ധിയുടെ മകനാണല്ലോ അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി തിരക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ പൊക്കിയെടുത്തു നടക്കുന്ന കോൺഗ്രസ്സുകാരെ ആലോചിക്കണം. ഈ രാജ്യദ്രോഹിയായ മനുഷ്യനെ ഇയാൾ ഒരു കാര്യം ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിംഗിളായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്? അവസാനം ചെയ്തത് എന്താണ്? അയാൾ ആ ഷീലാ ദീക്ഷിത് എന്ന് പറഞ്ഞ കാലഹരണപ്പെട്ട അഴിമതിക്കാരിയായ ഒരുത്തരെ മകനെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് മെലോനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്യുന്നു. അത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററാണ് മെലോനി. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും ഒരുപോലെ അപമാനിക്കുന്ന ഒരു ദുഷ്ടജന്മമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ. അയാൾക്ക് മാനം മര്യാദയോടെ സംസാരിച്ചുകൂടെ, വൃത്തിയോടെ സംസാരിച്ചുകൂടെ? ഇത് കേട്ടിട്ട് ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ചില അധമന്മാർ കൈയടിച്ചു. അധമന്മാർക്ക് AC ഓഡിറ്റോറിയത്തിൽ വരാനും ഡൽഹിയിലിരുന്ന് ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും അവസരം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് വന്നതുപോലെ ഇന്ത്യയിലും ഇത് നാളെ ചർച്ച ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി ആരായിരുന്നു? പണ്ട് അടൽ ബിഹാരി വാജ്പേയി വിചാരിച്ചുകൊണ്ടാണല്ലോ ഇപ്പം ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കൻ ജയിലിൽ കിടക്കേണ്ടവനാണ്, അറിയാമല്ലോ. മയക്കുമരുന്നുമായിട്ട് പിടിച്ചവനാണ്. അന്ന് വാജ്പേയി ഇടപെട്ടാണല്ലോ, ബ്രിജേഷ് മിശ്ര ഇടപെട്ടല്ലേ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വീണ്ടും 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 വിചാരണ ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ വളരെ ദേശീയമായിട്ടുള്ള, കാരണം ഇത് വലിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഡോക്യുമെൻ്ററി പുറത്തു വന്നിരിക്കുന്നത്. വലിയൊരു രീതിയിൽ ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഒരു അന്താരാഷ്ട്ര മാധ്യമം എടുത്തിരിക്കുന്നത്. 71 മണിക്കൂറിലാണ് ഈ അബദ്ധം പാകിസ്ഥാൻ പിണഞ്ഞതെന്നുള്ളതാണ്. പാകിസ്ഥാൻ 71 മണിക്കൂറിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയാണ്, ഒരു മിസൈൽ ആക്രമണം നടത്തിയാണ്. ആ മിസൈൽ ആക്രമണം നടത്തുമ്പോൾ നമ്മൾ ഹരിയാനയുടെ സിർസയിൽ നിന്ന് ആ
മിസൈലിനെ നിലംപരിശാക്കുന്നു. ഒരു സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ബരാക്ക് 8 അതിനെ തകർത്തെറിയുന്നു. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തെറിയുന്നു. ആ തകർത്തെറിഞ്ഞതിന് ശേഷം പിന്നീട് ഇവിടെ നിന്ന് പോകുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ പാകിസ്ഥാനെ ഒരു അഗ്നി കൂമ്പാരമാക്കി മാറ്റുകയായിരുന്നു. ഏകദേശം 4 ദിവസത്തോളം എടുക്കുമ്പോഴേക്കും പാകിസ്ഥാൻ ഈ മാർക്കോ റൂബിയോയുടെ കരഞ്ഞ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കരഞ്ഞ് കാല് പിടിക്കുകയാണ്. മാർക്കോ റൂബിയോ ഭാരതത്തിലേക്ക് വരുന്നു. ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി പറയുന്ന ഈ ഇന്ദിരാഗാന്ധി എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കൊടുക്കുന്ന ചില ജങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളല്ല. അതിനപ്പുറത്തേക്ക് എസ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഒരു ബയലാട്രൽ വിഷയമാണ്, ഞങ്ങളും പാകിസ്ഥാനും സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്, നിങ്ങളിതിലേക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്ന് എസ് ജയശങ്കർക്ക് വളരെ ശക്തമായ രീതിയിൽ മാർക്കോ റൂബിയോട് തുറന്നു പറയാൻ കഴിഞ്ഞു. അതിനുശേഷം സംഭവിച്ചത്, അവർക്ക് വേണമെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ്റെ ഈ കാശിഫ് അബ്ദുള്ള ഇന്ത്യയിലേക്ക് വിളിക്കുന്നു. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തിരിച്ച് മറുപടി പറയുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ആദ്യം സംസാരിക്കേണ്ടത് റിക്വസ്റ്റ് വയ്ക്കുന്ന ആളാണ് ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ. അപ്പം കാശിഫ് അബ്ദുള്ള പറയുന്നു, നിങ്ങൾ ഞങ്ങളെ ഈ മിസൈൽ കാരണം ഏതൊരു മിസൈൽ വച്ച് അടിക്കുന്നു, ആ അടിക്കുന്നത് കാരണം നമ്മുടെ രാജ്യം മൊത്തം നിലംപരിശ, ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ, നിങ്ങൾക്ക് തൃപ്തിയായി എന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ രാജീവ് ഗായിയാണ് ആ സമയത്ത്. അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നു, ശരിയാണ്, തീർച്ചയായിട്ടും നമുക്കും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ അജിത് ഡോവലും പറഞ്ഞു, ഞങ്ങൾക്കും ഇത് വലിയ നീട്ടിക്കൊണ്ടുപോകാനൊന്നും താല്പര്യമില്ല, പക്ഷേ ഇതൊരു വലിയ സന്ദേശമാണ്, ഞങ്ങളുടെ ക്ഷമ അതൊരു ദൗർബല്യമായി നിങ്ങൾ കണക്കാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ കൃത്യമായൊരു സന്ദേശം കൊടുക്കുന്നു. പിന്നീട് പാകിസ്ഥാൻ നിലം തൊടാതെ ഓടുന്നു. ഇപ്പോഴും വെടിനിർത്തൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഏത് നിമിഷത്ത് വേണമെങ്കിലും ഇന്ത്യക്ക് ഒരു പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയും സമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ഭാരതം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കിൻ്റെ 253 തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു ഇതുണ്ട്. ഇവിടെയും ഇത്രയധികം തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും ഇത്രയധികം വളരെ തുറന്ന ഒരു സമീപനത്തിലൂടെ ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവരിപ്പോഴും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഇന്നത്തെ ഒരു കാര്യമുള്ളത്, ഇപ്പം ഹരീഷൻ പറഞ്ഞ എനിക്ക് സപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് ഇത് മാത്രമല്ല. അതെ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന് ഇന്ത്യയായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ ഇന്ത്യൻ വംശജയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ വിളിച്ച്, നിങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് ശ്രദ്ധിക്കണം, നമ്മൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അവരറിഞ്ഞല്ലോ, അമേരിക്കയ്ക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം, അവരൊരു പക്ഷേ ആണവായുധം ഉപയോഗിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി, അവർക്ക് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പട്ടണം ചാമ്പലാക്കാൻ കഴിയും, പക്ഷേ ഒരു പട്ടണത്തിൽ അവരെ ആണവായുധം ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം പൂമുഖത്ത് കാണത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. വരട്ടെ, ഒരു കാരണവശാലും ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതായത് പഹൽഗാമിലെ അറ്റാക്കിൽ ഒരു കോംപ്രമൈസിനും ഇന്ത്യ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവസാനം ജെ ഡി വാൻസിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. പിന്നെയാണ് മാർക്കോ റൂബിയോ ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു സംഭവം 9 കേന്ദ്രങ്ങൾ, അവരുടെ ഏറ്റവും സുപ്രധാനമായ 9 കേന്ദ്രങ്ങൾ ഭസ്മമാക്കി എന്നിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കിനാര ഹിൽസിലെ നൂർഖാൻ എയർപോർട്ടിൽ ഇവിടെയൊക്കെ അതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു പക്ഷേ ഇനിയും പറഞ്ഞ ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് വരുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഈ ആണവ ശാസ്ത്രജ്ഞന്മാരിലെ എത്ര അമേരിക്കക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇനിയും വരും. ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിൽ വരും, കുറച്ചുകൂടെ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് വന്നാൽ നരേന്ദ്രമോദിക്ക് ഒരു ക്രെഡിറ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ വരത്തില്ല. അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരാൻ സ്വാഭാവികമായ കാലതാമസമെടുക്കും. അത് വരും, പെട്ടെന്ന് ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ വരില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇനി ഒരിക്കലും തല പൊക്കാത്ത വിധത്തിൽ അടിച്ചമർത്തി റെഡിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. സിന്ധു നദിയിലെ വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ, രക്തവും വെള്ളവും ഒരുപോലെ ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിനെ അവിടെ ഇരുന്നുകൊണ്ട് കിടന്ന് ഗോഗോ വിളിക്കാനല്ലാതെ ഞങ്ങൾ സിന്ധു ഡാം തകർക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതൊക്കെ ഇവർ പറയുന്നത് എന്തിനെന്നറിയോ? ഇവരുടെയൊക്കെ ഏക പ്രതീക്ഷ പാകിസ്ഥാൻ്റെ സൈന്യത്തിലല്ല. പാകിസ്ഥാൻ്റെ പ്രതീക്ഷ, പാകിസ്ഥാൻ്റെ ചാരന്മാർ ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാൻ്റെ 5 പത്തികൾ ഇവിടെയുണ്ട്, രാജ്യത്തിന് ഒറ്റുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവനുണ്ട്. അവരാണ് അതാണ് ചോദിച്ചത്. എത്ര റഫേൽ നഷ്ടപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ചോദിച്ചില്ല, രാഹുൽ ഗാന്ധിയാണ് ചോദിച്ചത്. പൈൻ മരങ്ങൾക്ക് മാത്രമേ മുറിവേറ്റുള്ളൂ എന്ന് ഏതെങ്കിലും പാകിസ്ഥാൻ പത്രം പറഞ്ഞു? അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാന് വേണ്ടി പറയാൻ, ചൈനയിൽ നിന്ന് പണം വാങ്ങാൻ ഒരു രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത്. അയാൾ എത്രമാത്രം അപ്രസക്തനാണ്, എത്രമാത്രം വെറുക്കപ്പെട്ടവനാണ്, മാധ്യമങ്ങൾ എത്ര ഉയർത്തിയാലും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാസ്തവം
സാവധാനം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈന തിരിച്ചറിയുന്നു. ഇനി ചൈനീസ് എംബസി വിളിച്ചു വരുത്തി ചായ കൊടുക്കുന്നുണ്ട് പറയാനില്ല, ചായയുടെ പണം നഷ്ടപ്പെടുത്തുകയുള്ളൂ എന്ന് അവർക്കറിയാം. പാകിസ്ഥാനും അതറിയാം. പണം കൊടുക്കുന്നുണ്ട് അർത്ഥമില്ല, അത് പ്രയോജനരഹിതമായിട്ട് പോവുകയുള്ളൂ. ഇന്ത്യയിൽ ഈ രാഹുൽ ഗാന്ധിയും സംഘത്തെ ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും ഇവർ തിരിച്ചറിഞ്ഞു എന്ന വസ്തുതയും ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിൽ വരും. ഹരി, അധികം താമസിക്കേണ്ട. സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് 10-15 വർഷം രഹസ്യമായി താമസിച്ചില്ലേ? കാരണം അദ്ദേഹത്തെ അല്ലേ വധിക്കപ്പെടുമായിരുന്നു. അപ്പം ഫോർമോസയിലുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ വിമാനാപകടം ഉണ്ടായിട്ടില്ല, അദ്ദേഹം അത് സഞ്ചരിച്ചിട്ടുമില്ല. അതൊക്കെ പിന്നീട് വന്നല്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണ ഏജൻസികൾ, അന്വേഷണ കമ്മീഷൻ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇനി അതും ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻ്റായിട്ട് വരും. പിന്നെ നമ്മുടെ സിംലയിലെ ഒരു സ്വിമ്മിംഗ് പൂളിൽ അർദ്ധരത്നരായിട്ട് നീന്തിയ ഒരു മദാമ്മയും ഒരു ഇന്ത്യൻ സായിപ്പും കൂടി തീരുമാനമെടുത്ത് ഇന്ത്യ വിഭജിച്ചു എന്ന് പമീല എഡ്വിനെയാണ് പറഞ്ഞത്. എഡ്വിനയുടെ മകളാണ് പുസ്തകത്തിൽ എഴുതിയത്. പിന്നീട് അവരത് പിൻവലിച്ചു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും. പമീല ഇരിക്കുമ്പോഴേ ആ കസേരയുടെ താഴെ വന്ന് കാല് പിടിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. പമീലയ്ക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റനെ ക്ഷവരം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. പ്രസിഡന്റില്ല, പ്രധാനമന്ത്രി. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ കണ്ടതാണ്. അത്തരം നേതാക്കന്മാരുടെ കാലം ഇന്ത്യയിൽ കഴിഞ്ഞു. പാഠപുസ്തകങ്ങളിലെ ഈ ഗിമിക്സ് കൊണ്ട് ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾക്കും ഏതാണ്ട് അവസാനമായി. ഇനിയും രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയ ശക്തമായി. അത് ഗവൺമെൻറ് പ്രതികൂലമായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വരാം, അനുകൂലം നല്ല പ്രതികൂലമായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വരാം. അപ്പോൾ ഗവൺമെൻറ്റിനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റേത് ശരിയേത് എന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ മാധ്യമരംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയാണ്. പാറ്റയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാറ്റയുടെ കൂടെ നിൽക്കാം, രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാം, രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്നവൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അത് ചെയ്യാം, രാജ്യത്തെ സ്നേഹിക്കുന്നവൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അത് ചെയ്യാം, പട്ടാളത്തിനോടൊപ്പം നിൽക്കണമെങ്കിൽ അത് ചെയ്യാം, പട്ടാളത്തെ ഒറ്റുകൊടുക്കുന്നവനോടൊപ്പം നിൽക്കണമെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനുമുള്ള ഒരവസരം ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിച്ചതോടുകൂടി പഴയ സങ്കല്പങ്ങളൊക്കെ മാറി രാജകുടുംബങ്ങളും രാജകുമാരനും രാജകുമാരിയൊക്കെ അപ്രസക്തരാകാൻ പോവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് വലിയൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആയിരിക്കും ഉണ്ടാക്കുന്നത്. BJP ഭരിക്കുന്നു, നരേന്ദ്രമോദിയും 100 കൊല്ലമൊന്നും ഭരിക്കില്ലല്ലോ. അപ്പം അതൊക്കെ മാറ്റം വരും. പക്ഷേ ഒരു കാരണവശാലും രാജ്യദ്രോഹികൾ അധികാരത്തിൽ വരരുത്. അതാരായാലും ശരി, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യദ്രോഹികൾ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വരാജ് നഷ്ടപ്പെടില്ല. ഇന്ത്യയുടെ സ്വരാജ്യം നഷ്ടപ്പെടരുത്, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടരുത്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരട്ടെ, ഇറ്റാലിയൻ കോൺഗ്രസ് ആയിട്ട് ഈ പാർട്ടി പോകരുതെന്നാണ് കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പുതിയ ഡോക്യുമെൻ്ററികൾ, ഇനിയും ഡോക്യുമെൻ്ററികൾ വരും. ഭാരതത്തിൻ്റെ വീരേതിഹാസങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് ഇനിയും ജനമനസ്സുകളിലേക്ക് ഇത്തരം ഡോക്യുമെൻ്ററികൾ എത്തിക്കൊണ്ടേയിരിക്കും. ലോകവ്യാപകമായി ഭാരതത്തിൻ്റെ വീരചരിത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ എത്ര തന്നെ അത് അമർച്ച ചെയ്യുവാൻ ശ്രമിച്ചാലും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ പാകിസ്ഥാനി സപ്പോർട്ടേഴ്സ് എത്ര തന്നെ അത് തുറന്നു പറയാൻ മടിച്ചാലും രാജ്യവും ലോകവും ഭാരതത്തിൻ്റെ ചരിത്രവും വീരേതിഹാസങ്ങളും ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.